ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. മരണമാസ് ട്രെയിലർ. ഫസ്റ്റ് ഓഫ് ഓൾ ട്രെയിലർ കണ്ടപ്പോൾ അടുത്ത കാലത്തൊന്നും ഇതുപോലെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ട്രെയിലർ മലയാളത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ട്രെയിലർ, അത്രയ്ക്ക് അട്രാക്ഷൻ നൽകുന്ന അല്ലെങ്കിൽ ചിരിക്കാനുള്ള വക നൽകുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. മരണമാസ്. ഫസ്റ്റ് ഓഫ് ഓൾ ബേസിൽ ജോസഫ് തന്നെ ഒരു അപാര ലുക്കിലാണ് സിനിമയിൽ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ സിനിമ ഒന്ന് കണ്ടാലോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു ട്രെയിലറാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ഇതിൻ്റെ ഡയറക്ടർ ശിവപ്രസാദ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ടോവിനോ തോമസ് ആണ്. കോ പ്രൊഡ്യൂസർ ടോവിനോ തോമസ് ആണെന്നതാണ് മറ്റൊരു പ്രത്യേകത എന്നത്. വിഷു റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുക. ഏപ്രിൽ 10-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ട്രെയിലറിലേക്ക് വരുമ്പോൾ ടോവിനോ തോമസിൻ്റെ ബേസിൽ ജോസഫിൻ്റെ ഒരു എന്താ പറയുക മരണമാസ് ട്രെയിലർ എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് എൻ്റർടൈനിങ് നൽകുന്ന ഒരു ട്രെയിലർ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേരുകൾ ഓരോന്ന് എഴുതി കാണിക്കുന്നത് അതിനെ വളരെ രസമുണ്ട്. ആംഗ്രി യങ് സ്റ്റാർ, നോട്ടി സൂപ്പർ സ്റ്റാർ, സാഡ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ഓരോ പേരിങ്ങനെ ഹെഡിങ്സ് ഇങ്ങനെ പേര് എഴുതി കാണിക്കുന്നത് കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ മറ്റ് കഥാപാത്രങ്ങൾ ഭാവനണി അജയ് രാമചന്ദ്രൻ എന്ന കഥാപാത്രം ഫുള്ള് കോമഡിയാണെന്ന് തോന്നുന്നു. അതോടൊപ്പം സുരേഷ് കൃഷ്ണ ജിക്കു എന്ന കഥാപാത്രം അദ്ദേഹം കോമഡിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഫുൾ കോമഡി കലർത്തി ഹ്യൂമറിൻ്റെ ബേസിലൊരു സീരിയൽ കില്ലറുടെ കഥ പറയുന്നുവെന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. അതായത് റിപ്പർ ചന്ദ്രന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലർ എന്നൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സീരിയൽ കില്ലറെ കണ്ടെത്താനായിട്ടുള്ളൊരു കഥയാണെന്നാണ് തോന്നുന്നത്. അതോടൊപ്പം ബേസിൽ ജോസഫ്, അതായത് സമീപകാലത്തെ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് റേഷ്യോ ഉള്ളൊരു ഹീറോ എന്ന് പറയുന്നത് ബേസിൽ ജോസഫാണ്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ അദ്ദേഹം ഹിറ്റുകൾ ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു നടനായിട്ട് അദ്ദേഹം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പക്ക എൻ്റർടൈനിങ്ങിൽ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഫാമിലിയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒരു ചിത്രം. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, സമ്മർ വെക്കേഷന് കുട്ടികളും ഫാമിലിയും തിയേറ്ററിൽ നിറഞ്ഞു കവിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുട്ടികൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സിനിമയായിരിക്കും ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം ട്രെൻഡിനനുസരിച്ചുള്ള സീനുകളൊക്കെയാണ് ട്രെയിലറിൽ കാണാൻ സാധിച്ചത്. പൂക്കി, സിഗ്മ, അങ്ങനെ ട്രെൻഡിനനുസരിച്ചുള്ള 2K കിഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ കാര്യങ്ങളൊക്കെയാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. ബേസിൽ ജോസഫിൻ്റെ സ്റ്റൈലിഷ് ചിരി പടർത്തുന്ന ലുക്ക് കൂടെ ആയപ്പോഴേക്കും ട്രെയിലർ വളരെ അട്രാക്റ്റീവായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സിനിമയൊന്ന് കണ്ടാലോ എന്ന് തോന്നിപ്പോവും. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 2.7 മില്യൺ വ്യൂസും കടന്ന് ട്രെയിലർ മുന്നോട്ട് കുതിക്കുകയാണ്. ഏപ്രിൽ 10-നാണ് ചിത്രം. സോളോ റിലീസല്ല. മമ്മൂക്കയുടെ ബസൂക്കിയുണ്ട്, അതോടൊപ്പം ആലപ്പുഴ ജിംഖാനിയുണ്ട്. അങ്ങനെ കുറേ ചിത്രങ്ങൾ, അജിത്തിന് ഗുഡ്ബാഡകളിയുണ്ട്. അപ്പം കുറേ ചിത്രങ്ങളുടെ കൂടെയാണ് ഈ ചിത്രവും വരുന്നത്. പക്ഷേ ഇതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തിയേറ്ററിൽ ഒരു ലോങ് റണ്ണിനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ആ ഒരു രീതിയിലുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഏതായാലും വളരെ എൻ്റർടൈനിങ് നൽകുന്ന അല്ലെങ്കിൽ വളരെ പ്രോമിസിങ് നൽകുന്ന ഒരു സിനിമയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.